سلاسل وأغلالا وسعيرا. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുക്കാതെ ഭൗതിക സംസ്കാരത്തിന്റെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പോവുകയും കേവലം ദുനിയാവിന് വേണ്ടി തന്റെ ഊർജവും ഓജസ്സും തേജസ്സും അവൻ പണയപ്പെടുത്തിയാൽ അവന്റെ കൈക്ക് വിലങ്ങ് വെച്ച് നരകത്തിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നുവെങ്കിൽ ഈ താക്കീത് ലോകത്ത് കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാ. പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ നിയമ പുസ്തകമാ. അതൊരു പ്രത്യേക കാറ്റഗറിക്കല്ല അള്ളാഹ് ഇറക്കി കൊടുത്തു. അള്ളാഹ് തന്നെ പറയുന്ന വാക്കാണ്. അള്ളാഹ് തന്നെ പറയുന്ന വാക്കാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് ഹുദൽ ലിന്നാസ്, ഹുദൽ ലിന്നാസ്. ജനങ്ങളുടെ മുഴുവനും ഹിദായത്ത്, നന്മയുടെ വഴി, സത്യത്തിന്റെ വഴി. അതാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതിലൊരു തീവ്രവാദമോ ഒരു ഭീകരവാദമോ ഒരു ഭീഷണിയോ ആരെയും കൊല്ലണമെന്നോ കൊലയ്ക്ക് കൊടുക്കണമെന്നോ ഗൂഢാലോചന നടത്തണമെന്നോ ഇല്ല. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? അതിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ അന്തസത്ത എന്താണ്? അതിന്റെ അധ്യായങ്ങൾ എന്താണ്? അതെന്താണ് ലോകത്തോട് പഠിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്? അത് പഠിക്കണം. അതാണ് മാനവകുലത്തിന്റെ നിയമ പുസ്തകമാണ് ഖുർആൻ. അതിന്റെ ഏതാനും ചില ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഈ വിനീതൻ ഇന്ന് നാളെയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വസ്തുനിഷ്ഠ വസ്തുക്കളെ നമുക്ക് പരിപൂർണ്ണമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമോ സൗകര്യമോ നമുക്കില്ല. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്. അതൊരു സൂക്ഷിപ്പ് മുതലാണ്. അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ, ഈ ലോകം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു ഈ ഖുർആനിനെ അല്ലാഹ് തന്നെ പരിചയപ്പെടുത്തി. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സൂറത്തുകൾ, ഏതാനും സൂറത്തുകൾ പാരായണം ചെയ്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖറഅ ത്വാഹ വ യാസീൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെയും ഭൂമിയെയും ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖറഅ ത്വാഹ യാസീൻ, സൂറത്ത് താഹയും സൂറത്ത് യാസീനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാരായണം ചെയ്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ വാനലോകത്ത് വെച്ച് പടച്ച തമ്പുരാന്റെ വാക്കുകൾ കേട്ടപ്പോ, ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ ആ ആയത്തുകളുടെ വസന്തം മനസ്സിലാക്കിയപ്പോൾ, അതിന്റെ മാസ്മരീകത അറിഞ്ഞപ്പോ, അതിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയപ്പോ, ഖാലത്ത് മലക്കുകൾ പറഞ്ഞു അത്രേ, തൂബാ തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ അലൈഹാ. ഏതൊരു സമുദായത്തിന്റെ മേലാണ് ഈ ഖുർആനിന്റെ വചസ്സുകൾ ഇറങ്ങുന്നത്, വചനങ്ങൾ ഇറങ്ങുന്നത്, ആ സമുദായം അനുഗ്രഹീതരായ സമുദായമത്രേ. അവർ രക്ഷപ്പെട്ടുവത്രേ. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും, അവർക്ക് എല്ലാവിധ ആശംസകളും, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു എന്ന് വാനലോകത്തെ മാലാകമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. തോബാ ലിഖുലൂബിൻ യഹ്ഫളുഹാ. പരിശുദ്ധ ഖുർആനിനെ ആരൊരാൾ പാരായണം ചെയ്ത് തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നുവോ, തന്റെ ഹൃദയത്തിൽ സ്ഥാനമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ താളമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ മന്ത്രമാക്കി വെക്കുന്നുവോ, ഹൃദയത്തിന്റെ തുടിപ്പാക്കുന്നുവോ, ഹൃദയത്തിന്റെ സ്പന്ദനമാക്കുന്നുവോ, അവര് രക്ഷപ്പെട്ടുവത്രേ. അവർക്ക് മംഗളാശംസകൾ. 50,000 വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാകമാർ ഇന്ന് ഈ അടുക്കത്ത് ബൈലുള്ള മദ്രസകളിൽ പഠിച്ച് ഹാഫിളീങ്ങളായി പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എത്രയെത്ര ഹാഫിളീങ്ങളെ കുറിച്ച് 50,000 വർഷങ്ങൾക്ക് മുമ്പ് മാലാകമാർ വാനലോകത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ് ആശംസകൾ നേരുകയാ. തൂബാ
ലിയജ്വാഫിൻ തഹ്മിലു ഹാദാ. എത്രയെത്ര ഹൃദയങ്ങളാണ് ഇത് സൂക്ഷിക്കുന്നത്, ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ ഹൃദയങ്ങൾക്ക് അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ. മാലാഖമാർ വാനലോകത്ത് വെച്ച് പറയുകയാ, മാലാഖമാർ വാനലോകത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാ, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീകളാക്കിയാൽ, നിങ്ങളുടെ പെൺമക്കളെ ഹാഫിളാത്തുകളാക്കിയാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഹൃദയങ്ങളെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുകയാ, ആ ഹൃദയങ്ങളെ അള്ളാഹു സൂക്ഷിച്ചിരിക്കുകയാ, ആ ഹൃദയങ്ങൾ നാളെ സ്വർഗത്തിലാ. വീണ്ടും മലക്കുകൾ പറയുകയാണ്, തൂബാ ലിഅൽസിനതിൻ തതകല്ലമു ബിഹാദാ. ഏതൊരു നാവാണോ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നത്, ഏതൊരു നാവാണോ ഖുർആൻ കൊണ്ട് പ്രഭാഷണം നടത്തുന്നത്, ഏതൊരു നാവിലൂടെയാണോ പരിശുദ്ധ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്, ആ ഖുർആനിന്റെ വചസ്സുകളെയും വചനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നത്, ആ നാവുകൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും. ആ നാവുകളെ അള്ളാഹു സംരക്ഷിക്കട്ടെ, അവർക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു എന്ന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാഖമാർ പ്രാർത്ഥിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് സന്തോഷിച്ചുകൂടെ? ഹാഫിളീകളായ മക്കളുടെ പിതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ? ഹാഫിളാത്തുകളായ പെൺമക്കളുടെ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ? മാലാഖമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. എത്ര വലിയ ഭാഗ്യം! ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു ഖുർആനെ പരിചയപ്പെടുത്തി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ ഈ അമാനത്ത്, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളുടെ അമാനത്ത്, അത് ഏതുമാകാം, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം, തൗറാത്ത്, സബൂർ. അപ്പൊ ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പറയാൻ നിശ്ചയിച്ച, അവൻ ദുനിയാവിലേക്ക് ഇറക്കാൻ നിശ്ചയിച്ചത് ഇതൊരു അമാനത്താണ്. ഇതൊരു വലിയൊരു സൂക്ഷിപ്പ് മുതലാണ്, വലിയൊരു സൂക്ഷിപ്പ്. സ്വർണമോ പൊന്നോ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഖുർആൻ എന്ന് പറയുന്ന ഈ സാധനം വലിയൊരു അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമാനത്ത്, ഈ ഒരു ഉത്തരവാദിത്തം ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലമുകളിൽ കൊണ്ടുപോയി മലകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇന്നിവിടെ ഒരു ചെറിയൊരു മദ്രസയിലൂടെ 10, 100, 150 കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വലിയ ഭാരമായി ചിലർക്ക് അനുഭവപ്പെടുന്നു. ഒരു മദ്രസ എന്ന് പറയുന്നത് വലിയ ഭാരമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവർ ഒരു മദ്രസ നടത്താനോ അല്ലെങ്കിൽ മദ്രസയിലെ 10 കുട്ടികളെ ഹാഫിളീകളാക്കാനോ തയ്യാറില്ല. കോടികൾ ചെലവ് ചെയ്ത് അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങൾ കെട്ടിപ്പോക്കുന്നു. നാളെ ആഖിറത്തിൽ അതും ചുമന്നുകൊണ്ടിരിക്കണം. മറിച്ച് ഒരു മദ്രസ കെട്ടി 10 കുട്ടികളെ ഹാഫിളീകളാക്കി ഈ കുഞ്ഞുമക്കൾ അവന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു രംഗം, ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഖൗമ തയ്യാറല്ല. കാരണം എന്താ? അതിന്റെ വലിപ്പം അറിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് വലിപ്പം അറിയില്ല. ആ വലിപ്പം അള്ളാഹു മനസ്സിലാക്കി തരികയാണ്. പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാനലോകത്തോട് പറഞ്ഞു, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ അമാനത്ത്, ഈ ഗ്രന്ഥം നിങ്ങൾ കേട്ടെടുക്കാൻ തയ്യാറുണ്ടോ? ഭൂമിയോട് പറഞ്ഞു ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? പർവ്വത സാനുക്കളോട് പറഞ്ഞു ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അറൽനൽ അമാനത അലസ് സമാവാത് വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം, അവന്റെ വചനങ്ങൾ, അവന്റെ സൂക്തങ്ങൾ, അവന്റെ സന്ദേശങ്ങൾ, അതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശലോകത്തോട് കാട്ടുകയാ. ഇന്നാ അറളനൽ അമാന അലസ് സമാവാത്. ഈ അമാനത്ത് എന്ന് പറയുന്ന സൂക്ഷിപ്പ് സമ്പത്ത് ആകാശലോകമേ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാ. പിന്നീട് ഭൂമിയോട് ചോദിക്കുകയാണ്, പിന്നീട് പർവ്വതങ്ങളോട് ചോദിക്കുകയാ.
അത് സ്വീകരിക്കാൻ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാ. വഅശ്ഫഖന മിൻഹാ, സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഇതൊരു ഭാരമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഈ ഉത്തരവാദിത്തം ഞങ്ങളെ കൊണ്ട് നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് പർവ്വത സാനുക്കളും ആകാശങ്ങളും ഭൂമികളും റബ്ബിന്റെ കോടതിയോട് പറയുകയാ. പിന്നെ ആരേറ്റെടുക്കും? മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? ആകാശത്തോട് ചോദിക്കുന്നു, ഭൂമിയോട് ചോദിക്കുന്നു, പർവ്വതങ്ങളോട് ചോദിക്കും, ഏറ്റെടുക്കാൻ പറ്റുമോ? കാരണം എന്താ? ഇതിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ്. നമുക്കത് അറിയില്ലല്ലോ. നമുക്കിപ്പോ പള്ളിയിൽ വെറുതെ ചെലന്തി വലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ, വലിയ കാര്യമുണ്ട്. ഇതെന്താ പൊക്കിയെടുക്കാൻ വല്ല ക്രെയിൻ വേണം? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഉയർത്താൻ വല്ല ക്രെയിൻ വേണം? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നോക്കുമ്പോ ഇതിന്റെ ഉള്ളടക്കം അറിയില്ല, അതുകൊണ്ടാണ്. ഇതിന്റെ ഗൗരവം നമുക്കറിയില്ല, അതുകൊണ്ട് ആകാശം സ്വീകരിക്കാത്ത. ഖുർആനല്ല ഞാൻ ഓതുന്നത്. ഭൂമി സ്വീകരിക്കാൻ കഴിയുന്നില്ല, ആകാശം സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല, പർവ്വതം സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? പർവ്വതം സ്വീകരിച്ചാലോ പർവ്വതം പൊട്ടി തകർന്നു പോകും. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും മലമുകളിൽ ഇറക്കിയാൽ നബിയെ അങ്ങേക്ക് കാണാമായിരുന്നു. അതിന്റെ ഗൗരവത്താൽ ആ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. വിനയത്താൽ, അതിന്റെ മഹത്വത്താൽ പർവ്വതങ്ങൾ പോലെ ധൂളികളായി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ആ പർവ്വതങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഇത് സ്വീകരിച്ചത്? ഇത് ഏറ്റെടുത്തതാരാ? ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം. ഖുർആൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് മനസ്സിലായോ? ആകാശം സ്വീകരിക്കാൻ പഠിക്കുന്നു, ഭൂമി സ്വീകരിക്കാൻ പഠിക്കുന്നു, പർവ്വതങ്ങൾ സ്വീകരിക്കാൻ പഠിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ സ്വീകരിക്കാൻ പഠിച്ച ഈ ഖുർആൻ ആരേറ്റെടുത്തു? يقول الله تبارك وتعالى ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, ഇന്നല്ലാഹ തബാറക വതആല ഖാല ലി ആദമ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, യാ ആദമോ, ഏ ആദമേ, إنا قد عرضت الأمانة على السماوات والأرض ولم يتقنها فأبين أن يحملنها هل أنت آخذ بما فيها يا آدم. ആദമേ, ഞാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ സമ്പത്ത്, ഈ സ്വത്തുണ്ടല്ലോ, ഈ സൂക്ഷിപ്പ് മുതലുണ്ടല്ലോ, പർവ്വതങ്ങളോട് ചോദിച്ചു, വാനത്തിനോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു. വലം യുത്ഖിനഹാ, അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുകയില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഫഹൽ അൻത ആഖിദും ബിമാ ഫീഹാ യാ ആദം, ആദമേ, നിനക്കത് സ്വീകരിക്കാൻ കഴിയുമോ ആദമേ എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ചോദിച്ചപ്പോ ഖാല ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വമാ ഫീഹാ യാ റബ്ബു, റബ്ബേ, അതെന്താണ് റബ്ബേ? എന്താണ് ആ അമാനത്ത്? എന്താണ് ആ സൂക്ഷിപ്പ് മുതൽ? അതൊന്ന് പറഞ്ഞു തരൂ, പരിചയപ്പെടുത്തൂ, ശേഷം ഞാൻ പറയാം അത് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അമാനത്ത് എന്ന് പറയുമ്പോൾ അവന്റെ വചനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഏ ആദമേ, ഇൻ അഹ്സൻത ജുസീത വ ഇൻ അസഅത ഉഖിബത. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും വചസ്സുകളെയും ആയത്തുകളെയും അധ്യായങ്ങളെയും ഉള്ളടക്കങ്ങളെയും ഉൾക്കൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് കൂലി നൽകപ്പെടും ആദമേ, നീ രക്ഷപ്പെടും ആദമേ. മറിച്ചു ഖുർആനിന് എതിരായി നീ നടന്നാൽ നാണം കെട്ട ശിക്ഷ നൽകി നിന്നെ ഞാൻ പരീക്ഷിക്കും. അല്ല പറഞ്ഞ വാക്കാണ്. പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചാൽ അതിന് കൂലിയുണ്ട്, നന്മയുണ്ട്.
അതനുസരിച്ച് നടന്നാൽ നിനക്ക് പ്രയോജനമുണ്ട്. മറിച്ച് അതിനെതിരായിട്ട് നീ നടക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ശിക്ഷയ്ക്ക് നീ വിധേയനാകും. ഇതാണ് അള്ളാഹ് പറഞ്ഞത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി. അപ്പൊ എന്താ ചെയ്തത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്തു. ശരി അല്ലാഹുവേ, നിന്റെ വചനം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ നമ്മുടെ പിതാവ് അവിടുത്തെ പരമ്പരാഗതമായി അല്ലാഹുവിന്റെ വചനങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്തു. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നാ അറവ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ وحملها الإنسان മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് മനുഷ്യനാണ്. മനുഷ്യ അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഈ ലോകം നശ്വരമാണ്, നശിച്ചു പോകും. മനുഷ്യ, ആരടി മണ്ണിൽ നിനക്കൊരു ജീവിതമുണ്ട്. അവിടെ റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുവരപ്പെടും. ആ സന്ദർഭത്തിൽ ഖുർആൻ നിനക്ക് എതിരെ സാക്ഷി പറയരുത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ സ്വീകരിക്കണം, അതിന്റെ വഴികളെ തെരഞ്ഞെടുക്കണം, ആ വഴികളെ അനുധാവനം ചെയ്യണം. ഇതാണ് അല്ലാഹു പഠിപ്പിച്ചത്. അതിലൂടെ നമുക്ക് കൂലി ലഭിക്കുമത്രേ. പരിശുദ്ധ ഖുർആൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു ഇറക്കി. ഗാർ ഹിറായിൽ ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് അല്ലാഹു ഘട്ടം ഘട്ടമായി ഇറക്കി. താരീഖിന്റെ പണ്ഡിതന്മാര് പറയുന്നു, പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന 20 പ്രാവശ്യമായിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തേക്ക് ഇറക്കി പരിചയപ്പെടുത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ആരാ സാധനോ, ആരാ മുതല്? നമ്മളെ പോലെ സാധാ നമുക്ക് റമളാൻ മാസത്തിൽ ഉസ്താദന്മാരെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുസാഫാത്ത് ചെയ്യാൻ വന്നാൽ തന്നെ നമ്മളാകെ പൊട്ടിപ്പോട്ടി. നിസ്കരിക്കാൻ വന്ന മുഴുവൻ ജനങ്ങൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോകും. പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ഗ്ലൂക്കോസ് കുത്തിവെക്കണം, കാരണം അത്രയ്ക്കും തളർന്നു പോകും. അങ്ങനത്തെ പിടുത്തവാ പിടിക്കുന്നത്. ഈ വൈരാഗ്യമുള്ളവരൊക്കെ റമളാൻ മാസം പെരുന്നാൾ വരാൻ നോക്കി ഉസ്താദിനെ ഒരു പിടി പിടിച്ചൊന്ന് ഒതുക്കാൻ. ഈ പിടുത്തമല്ലല്ലോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 650ഓളം ചിറകുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 650ഓളം ചിറക്. ഈ ചിറകുകളിൽ ഏതെങ്കിലും ഒരു ചിറക് നിവർത്തിയാൽ ഈ ഭൂലോകത്ത് ആകാശഭൂമിക്കിടയിൽ ഒരു ചിറക് നിവർത്താൻ കഴിയുകയില്ല. അത്രത്തോളം വിശാലമായ ചിറക്. ഈ ചിറകുകൾ ഉള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ 25,000 പ്രാവശ്യത്തോളം ഘട്ടം ഘട്ടമായി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ആയത്ത് ഓതുന്നത്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? നബിതങ്ങളുടെ ആഫിയത്ത് ഖുവത്ത് എത്രത്തോളമായിരുന്നു? ഇത് സ്വീകരിക്കാൻ ഒരു കഴിവ് വേണ്ടേ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരണം നടത്തി. അതാണല്ലോ ഉമ്മിയായ പ്രവാചകൻ എന്ന് നബി തങ്ങൾക്ക് പേരിട്ടത്. ഉമ്മിയായ പ്രവാചകൻ. ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞാൽ അക്ഷരം അറിയില്ല, വായിക്കാൻ അറിയില്ല, ബോധവും ഇല്ല, വിവരവും ഇല്ല, പഠിത്തവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, വെറും ഒരു പൊട്ടനായ പ്രവാചകൻ എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളൊരു പക്ഷേ അങ്ങനെ അർത്ഥം വെക്കുന്നു, അത് അദബുകേടാണ്. വിവരമില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല, വിവരവും ബോധവും ഇല്ലാത്ത ഒരു പ്രവാചകനെ ലോകത്തെ എങ്ങനെ ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ കഴിയും? വിവരവും ബോധവും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. തന്റെ ഹൃദയത്തിനകത്ത് അശ്ലീലമായ മാലിന്യമായ ഒരു അവസ്ഥകളുമില്ലാതെ അതെല്ലാം ശുദ്ധികലശം ചെയ്യപ്പെട്ട് പരിപൂർണമായി വൃത്തിയാക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ നിയമങ്ങളെയും അതിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഇതെല്ലാം ഒഴിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ, ശുദ്ധികലശം ചെയ്യപ്പെട്ടപ്പോൾ ഉമ്മിയായി ഒന്നും അറിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2-3 പ്രാവശ്യമായി പരിശുദ്ധമായ മക്ക മുക്കറമയിൽ കഅബയുടെ പുന്നാര മുറ്റത്ത് കൊണ്ടുപോയി ഹാർട്ട് പരിപൂർണമായി ഓപ്പൺ ചെയ്തു. ഓപ്പൺ സർജറി ഹാർട്ട് ആദ്യമായി നടത്തപ്പെട്ടത് പരിശുദ്ധ പ്രവാചകനിലൂടെയാണ്. ഓപ്പൺ സർജറി ഹാർട്ട് അത് മുഴുവനും ഓപ്പൺ ചെയ്തിട്ടാണ് എല്ലാ മാലിന്യങ്ങളും എടുത്തു കളഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഹിക്മത്തുകളും ജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറക്കി കൊടുത്തു നിറച്ചു വെച്ചു.
വെച്ചു. അതിനകത്ത് ഇനി ഒരു മാലിന്യങ്ങളും വരികയില്ല. അപ്പൊ അതിനു മുമ്പാണ് ഉമ്മി എന്ന് പറയുന്നത്. ബ്ലാങ്ക് ആയ ഹൃദയം, എംപ്റ്റി ആയ ഹൃദയം. ഈ എംപ്റ്റി ആയ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ കയറണം. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ട് നമ്മുടെ ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കൊണ്ട് ഖുർആന്റെ ഓരോത്ത് രണ്ടായത്ത് കൊണ്ട് ഓതി വെച്ചാലൊന്നും അങ്ങോട്ട് കയറൂല. അതാണ് ബാക്കിയുള്ളതെല്ലാം ദുനിയാവും പെണ്ണുങ്ങളും ആഡംബരങ്ങളും പണവും പുലൂസും ദുനിയാവും ഇതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു രണ്ടായത്ത് കൊണ്ട് തിരികെ കയറ്റിയാൽ എവിടെ ഫായത ഉള്ളത്? എല്ലാം ഡിസ്ക് നിറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഹൃദയങ്ങളിലേക്ക് വരും. അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കളെ ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കാൻ പറയുന്നത്. നമുക്കല്ലാതെ നമുക്ക് 10, 30, 35 വയസ്സുള്ള ഒരു ചങ്ങാതി വന്നിട്ട് ഖുർആൻ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ നടക്കുക? അവന്റെ ഹൃദയത്തിൽ റിയൽ എസ്റ്റേറ്റ് ഒരു ഭാഗത്ത്, പകുതി സ്ഥലത്ത് കോളേജ് ഇട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പുറത്ത് ഒരു 10 കോടി റുപ്യയുടെ ഒരു വീട് വെക്കണം, ഇപ്പുറത്ത് ഒരു 20 കോടി വണ്ടി എടുക്കണം, അപ്പുറത്ത് ദുബായിൽ കുറച്ച് സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം കൂടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ചങ്ങാതി അടുക്കത്ത് പോലും മദ്രസയിൽ വന്നിട്ട് എനിക്കൊന്ന് ഹിഫ്ള് പഠിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. കുൽഹുവല്ലാ പഠിക്കണമെങ്കിൽ 3.25 മാസം എടുക്കും. കുൽഹുവല്ലാ സൂറത്ത് മാത്രം പഠിക്കണമെങ്കിൽ. അങ്ങനെ പരിശുദ്ധമായ ഖുർആന്റെ 6000-ൽ പരം ആയത്തുകൾ ഇവ കാണാതെ പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 15 വർഷം. അപ്പോഴത്തേക്ക് മലക്കുൽ മൗത്ത് അസ്രായീൽ വന്ന് പൊക്കി എടുത്തോണ്ട് പോകും. ഇവരോട് പഠിക്കാൻ അതിന് പറ്റിയ അവസരം എന്താ? ഈ എംപ്റ്റി ഹൃദയങ്ങൾ, ബ്ലാങ്ക് ഹൃദയമാകുമ്പോൾ കുഞ്ഞുമക്കളെ 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് ഒന്നും അങ്ങോട്ട് കയറാത്ത സമയത്ത് കൊണ്ടുവന്ന് ചെവി കുടിച്ച് മദ്രസയിൽ കൊണ്ടാക്കിയാലേ ഖുർആൻ മൊത്തം പഠിച്ച് ഉള്ളിലേക്ക് ഒതുക്കാൻ കഴിയും. അതാണ് ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞതിനർത്ഥം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഖുർആൻ നടത്തി പരിശുദ്ധ ഖുർആൻ ഓതി. അപ്പൊ അതേപോലെ എത്ര ഹാഫിളുകൾ. ഇനി നമുക്ക് ഇവിടെ ഖുർആന്റെ വിസ്മയം വരുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ താളങ്ങളും മേളങ്ങളും അല്ല ഇതിന്റെ വിസ്മയം എന്ന് പറയുന്നത്. അതിന്റെ ഓത്ത് തന്നെയാണ് ഒരു വലിയ വിസ്മയം. പല നിലയ്ക്കുമുള്ള പണ്ഡിതന്മാർ ഇവിടേക്ക് വന്ന് വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ളവർ നാട്ടിനകത്തും പുറത്തുമുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ 7, 10 അവസ്ഥയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ആ ഖുർആനിന്റെ ഓരോ ശൈലികളും അതിന്റെ വർണ്ണങ്ങളും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ നിയമനിർമ്മാണങ്ങളോടുകൂടി പാരായണം ചെയ്യപ്പെടുന്ന ആ ഒരു രംഗം, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ആ ഒരു വിസ്മയം, വല്ലാത്ത കൗതുകമാണ്. എപ്പോഴും ആവർത്തിച്ച് കേട്ടാലും മതിവരാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സംഗീതം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോലും, ഒരു സംഗീതം കേട്ടാൽ പോലും അത് പല ആവർത്തി കേൾക്കുമ്പോൾ നമുക്ക് മടിപ്പുണ്ടാകും. പക്ഷേ പരിശുദ്ധ ഖുർആൻ എത്ര ആവർത്തി കേട്ടാലും നമുക്ക് ഒരിക്കലും അതിനൊരു വിരസത തോന്നുകയില്ല. ആവർത്തന വിരസത തോന്നാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു പാരായണം, അത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് വേറെ ഏത് ഗ്രന്ഥമുള്ളത്? എത്ര വലിയ സൂപ്പർ ഹിറ്റ് പാട്ടാണെങ്കിലും എത്ര പ്രാവശ്യം കേൾക്കും? എല്ലാ വർഷവും സൂപ്പർ ഹിറ്റ് പാട്ടിറങ്ങാറുണ്ടല്ലോ. അത് ആരൊക്കെയാണ് കേൾക്കുന്നത്? പണ്ട് കാലഘട്ടങ്ങളിൽ കേട്ടിരുന്ന സൂപ്പർ ഹിറ്റ് പാട്ട് ഇപ്പോൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ആരും കേൾക്കാറില്ല. അവർ പുതിയ തലമുറകൾ പുതിയ പാട്ടിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറായിൽ വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അന്നുകളിലും ഇന്നുകളിലും നാളുകളിലും വള്ളിപ്പുള്ളി വിവരണ വ്യത്യാസമന്യേ നിലകൊള്ളുന്നുവെങ്കിൽ അതിനൊരു കോട്ടവും സംഭവിക്കുകയില്ല, അതിനൊരു പോറലും കേൾക്കുകയില്ല. അതിന് കേട്ടാൽ എത്ര കേട്ടാലും ആവർത്തന വിരസതയും ഉണ്ടാകാറില്ല. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ആവർത്തന വിരസത ഉണ്ടായി എന്ന് പറയാൻ കഴിയോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ദിവസവും 17 പ്രാവശ്യം പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ എത്ര പ്രശ്നങ്ങളിലാണ് പള്ളികളിൽ ചർച്ചകൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുന്ന ഒരു സഹോദരനോ ആ ഓത്ത് നിങ്ങളെല്ലാ ഒക്കത്തിലും ഈ ഫാത്തിഹ സൂറത്ത് മാത്രം ഓതുന്നല്ലോ, ഈ റക്അത്തിൽ നിങ്ങളൊന്ന് മാറ്റി ഓതിക്കൂടെ, വേറെ എന്തെങ്കിലും ഓതിക്കൂടെ എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവൂല. എന്നാൽ എത്ര കേട്ടാലും മതിയാവുമോ? മതിയാവുകയുമില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ വിസ്മയം എന്ന് പറയുന്നത്. അത് കേൾക്കണം. പല നിലയ്ക്ക് ഓതും, പല രീതിയിലും ഓതും. 7 നിലയ്ക്ക് ഓതാം, 10 നിലയ്ക്ക് ഓതാം. അപ്പോൾ ആ 7 നിലയിൽ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ വന്നിരുന്ന് കേൾക്കണം, നല്ല മനസ്സിലാവുള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് ഓതാം. മാലികി യൗമിദ്ദീൻ, അതേപോലെ മലികി യൗമിദ്ദീൻ. അപ്പൊ ഇങ്ങനെ പല നിലയ്ക്കുമുള്ള രീതി ആയത്തുകൾ പല പണ്ഡിതന്മാർ ഓതിയ അതേ ശൈലിയിൽ ആ നിയമമനുസരിച്ച് പല കാര്യങ്ങൾ ഖുർആനുകൾ ഇവിടെ വന്ന് പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കൽ ഒരു വല്ലാത്ത വിസ്മയമാണ്.
അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു അതിന്റെ തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഹൃദയങ്ങളിൽ ഒഴിഞ്ഞ ഹൃദയങ്ങൾ മാത്രമേ ഈ ഖുർആൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ദുനിയാവിലെ മുഴുവൻ കാമുകന്മാരുടെ മനോമുഖരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച ഹൃദയത്തിനകത്ത് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ഹൃദയം തുറന്ന് മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞ് അതിനകത്ത് ഹിക്മത്തും ജ്ഞാനവും അല്ലാഹു വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നിറച്ചു കൊടുത്തു. വലിയ ബുദ്ധിമുട്ടാണത്. ഓരോ ആയത്ത് ഇറങ്ങുമ്പോൾ അത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. അത് ഭയങ്കര കട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര സിമന്റ് കട്ട പോലെ കട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഓരോ വാക്കുകൾ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ പദങ്ങൾ അത് അത്രത്തോളം അല്ലാഹുവിന്റെ വാക്കായതുകൊണ്ട് ഗൗരവമേറിയതാണ്. അത് ഇറങ്ങുമ്പോൾ അതിന്റെ വിധങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് വല്ലാത്ത വിഷമം നബിതങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നബിതങ്ങളെ അല്ലാഹു തആല ആദ്യം പരിശുദ്ധമായ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഹിറായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിരിക്കുമായിരുന്നു. ഈ വഹീനെ കുറിച്ച് മനസ്സിലാക്കാനും വരാനും ആദ്യമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാക്ടീസ് നൽകിയാണ്. ഒരു തെറ്റിലേക്കും ഒരു കളിയിലേക്കും ഒരു ചിരിയിലേക്കും ചെറുപ്പം മുതലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധപ്പെടുത്തിയിരുന്നില്ല. അതിൽ നിന്നെല്ലാം പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഖുർആന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഉത്തരവാദിത്തം, ഈ ഭാരം എങ്ങനെ ഏറ്റെടുക്കും എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊതീതു ഖുവ്വത്തുൽ അർബഈൻ, എനിക്ക് 40 പേരുടെ ശക്തിയാണ് അല്ലാഹു നൽകിയത്. 40 പേരുടെ ശക്തിയാണ് എനിക്ക് അല്ലാഹു നൽകിയത്. ആ ശക്തിയുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഈ ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിക്കുമ്പോ എനിക്കത് താങ്ങാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദേശം ഇറക്കുമ്പോൾ തന്നെ മലക്കുകൾ പോലും ബോധം കെട്ട് താഴെ വീഴും. നവാസ് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു അൻ യൂഹിയ ബിൽ അംർ തകല്ലമ ബിൽ വഹീ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ വഹീയിലൂടെ അല്ലാഹു അത് സംസാരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ആകാശ ലോകത്തുള്ളവരെല്ലാം ഇത് കേൾക്കുകയാണ്. അഖദതിസ് സമാഉ ഖൗഫ അംരിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആകാശങ്ങൾ പോലും കിടുകിടാ വിറച്ചു പോകും. റഅദതൻ റജ്ഫതൻ ശദീദാ, കിടുകിടാ വിറച്ചു പോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സന്ദേശം ഈ ഭൂമിയിലേക്ക് അറിയിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ തന്നെ ആകാശങ്ങൾ തന്നെ കിടുകിടാ വിറക്കുകയാണ്. ആകാശങ്ങൾ തന്നെ കിടുകിടാ വിറക്കുകയാണ്. റഅദതൻ ശദീദാ ഫൈദാ സമിഅ അഹ്ലുസ് സമാവാത്. ആകാശവും ആകാശത്തുള്ളവരും അല്ലാഹുവിന്റെ വാക്ക് കേൾക്കുമ്പോ, അവന്റെ സന്ദേശം കേൾക്കുമ്പോ, അവന്റെ കൽപ്പനകൾ കേൾക്കുമ്പോ സഅഖൂ വഖറൂ ലില്ലാഹി സുജ്ജദാ. ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ സന്ദേശങ്ങൾ ആകാശ ലോകത്തുള്ള മാലാകമാർ കേൾക്കുമ്പോ മാലാകമാർ അതാ വീഴുകയാണ്, തുഴഞ്ഞു വീഴുകയാണ്, അബോധാവസ്ഥയിൽ വീഴുകയാണ്. വഖറൂ ലില്ലാഹി സുജ്ജദാ. റബ്ബിന്റെ കോടതിയിൽ അവർ അതാ നെറ്റിത്തടം സമർപ്പിക്കുകയാണ്. ഫയഖൂനു അവ്വലു മൻ യർഫഉ റഅസഹു ജിബ്രീൽ. ആ മയങ്ങി വീണവരിൽ, ബോധരഹിതരായി വീണവരിൽ, റബ്ബിന്റെ മുന്നിൽ വീണവരിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യമായി എഴുന്നേൽക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പതുക്കെ തല ഉയർത്തും. തല ഉയർത്തുമ്പോ ഫയുകല്ലിമുഹുല്ലാഹു ബിമാ അറാദ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് ആദ്യമായി സംസാരിക്കും. അവൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ ഹബീബായ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ആദ്യമായി സംസാരിക്കുമത്രേ. കുല്ലമാ മർറ ബിമല അലൽ മലായിക ഐ മർറ ബിസമാ ഖാലത്തിൽ മലായിക മാദാ ഖാല റബ്ബുനാ ഖാല ജിബ്രീൽ ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളുടെ മേൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദേശം അറിയിക്കാൻ ആകാശലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലായികത്തുകളുടെ സമീപത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാലാഖമാർ ചോദിക്കുമത്രേ മാദാ ഖാല റബ്ബുനാ, എന്താണ് നമ്മുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചത്, എന്താണ് നമ്മുടെ റബ്ബ് സന്ദേശമായി അറിയിച്ചത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമത്രേ ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. അല്ലാഹു പറഞ്ഞത് സത്യമാണ്, അവൻ ഉന്നതനാണ്, അവൻ പ്രൗഢിയുള്ളവനാണ്, അവൻ ജ്ഞാനമുള്ളവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് സത്യമാണ്. അപ്പൊ മലക്കുകൾ പോലും ഈ ആയത്ത് കേട്ടപ്പോൾ ഖർറ മൂസ സൈഖ എന്ന് പറഞ്ഞ പോലെ അപ്പോഴേ ഖർറു സുജ്ജദലില്ലാഹി അപ്പോഴേ താഴെ വീണു. നമുക്ക് ഈ ആയത്ത് കേട്ടിട്ട് വല്ല ഗുണമുണ്ടോ? ആയതുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരത്തിന് വല്ല എഫക്റ്റ് ഉണ്ടോ? ഇത് വല്ലതും കേട്ടാൽ ഈ ചെറുപ്പക്കാരന്മാർക്ക് ഇത് വല്ല താല്പര്യമുണ്ടോ ഇത് കേൾക്കാൻ? മലക്കുകൾ പോലും വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഭയപ്പെടുകയാണ്. ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ വിറച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് പോയിട്ട് പറയുന്നു സമ്മിലൂനി ദസിറൂനി യാ ഖദീജ, ഖദീജേ നീ എന്നെ ഒന്ന് പുതപ്പിക്കുമോ ഖദീജേ? എന്താ നബി തങ്ങൾ പേടിച്ചു പോയതാ? ചില പണ്ഡിതന്മാർ ചില വലിയന്മാർ പ്രസംഗിക്കുമ്പോൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ഇറങ്ങിയപ്പോൾ പേടിച്ച് വിറച്ച് ഖദീജ പേടിക്കൽ പെട്ടെന്ന് പുതപ്പെട്ടു മൂട് എന്ന് പറയുമായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്. നബി തങ്ങൾക്ക് അല്ലാഹ് അല്ലാതെ വേറെ ആരെ പേടിക്കാൻ? നബി തങ്ങൾ എന്തിനു പേടിക്കണം? ചില ആളുകൾ പറയും ഹിജ്റയ്ക്ക് പോയ വഴിക്ക് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് ഗുഹയ്ക്കകത്ത് ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്നു. നമ്മൾ തന്നെ പ്രസംഗിക്കുന്ന വാക്കാ പേടിച്ച് ഒളിച്ചിരിക്കാൻ. നബി തങ്ങൾക്ക് പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? 10 വർഷം മക്ക മുശ്രിക്കുകളുടെ മുന്നിൽ താമസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു പേടി? ആരെ പേടി? നബി സല്ലല്ലാഹു എന്തിനു പേടി? അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞത്. അള്ളാന്റെ കൽപ്പനയാണത്. അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് വേണം പറയാൻ. അതല്ല പേടിച്ചൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കേണ്ട കാര്യം നബി തങ്ങൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പേടിയൊന്നും അവിടെ ഇല്ല. അവിടെ അല്ലാഹ് മാത്രമേ ഉള്ളൂ പേടി. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സാലിഹീൻ. പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുകയും അത് ആരുടെ മേൽ ഇറക്കപ്പെട്ടുവോ ആ ഖുർആനിന്റെ വചസ്സുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അവർ സാലിഹീങ്ങളാണ്. അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. സാലിഹീങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹ് ഏറ്റെടുത്തോളും. അല്ലാഹുവിന് എന്താ പേടിക്കേണ്ട കാര്യം? ഔലിയാക്കന്മാർക്ക് വല്ല പേടിയുണ്ടോ? ഏതെല്ലാം കാട്ടിൽ പോയി, ഏതെല്ലാം വനത്തിൽ പോയി, ഏതെല്ലാം ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി, ജനരഹിതമായ സ്ഥലത്ത് പോയൊക്കെ ഒറ്റപ്പെട്ടവരെ താമസിക്കുന്നു. അവർക്ക് എന്താ ഗുണം? അവർക്ക് എന്താ ഫായിദ? അവരാരെ സഹായിക്കാം? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. അല്ലാഹുവിന്റെ ദാസന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? അവർക്ക് 2 ക്വാളിറ്റി ആയിരുന്നു. അല്ലദീന ആമനു, അവർ വിശ്വാസികളായിരുന്നു. വകാനൂ യത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അപ്പൊ അല്ലാഹുവെ ഭയപ്പെട്ടാൽ ആരെയും പേടിക്കേണ്ടതില്ല എന്നർത്ഥം. ആരൊരാൾ അല്ലാഹുവിനെ പേടിപ്പിച്ചു, സകലം പേടിച്ചുവോ സകലമാന വസ്തുക്കളെ കൊണ്ടും അല്ലാഹു ഇവനെ പേടിപ്പിക്കും. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك
ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. ബഹുമാനപ്പെട്ട അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം റൂഹുൽ അമീനാണ്. ആ റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദിഖുൽ വഅദ് സാദിഖുൽ അമീനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് പരിശുദ്ധമായ അറബി വാക്കുകളോടുകൂടി വളയാതെ തെറ്റാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇറക്കിയ ഗ്രന്ഥമത്രേ ഖുർആൻ. റബ്ബിന്റെ കോടതിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പരിശുദ്ധമായ അറബി ഭാഷയിൽ വ്യക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. അത് ഖുർആൻ തന്നെ വ്യാഖ്യാനം നൽകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, നബി അങ്ങയുടെ ഹൃദയത്തിലേക്ക് ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് താക്കീതുകാരനാകാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സന്തോഷമുണ്ട്, താക്കീതുണ്ട്, ശാസ്ത്രമുണ്ട്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചുണ്ട്, സമൂഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ചുണ്ട്. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാം ഖുർആനിലുണ്ട്. ഒരു കാര്യം പോലും ഖുർആനിൽ നിന്ന് മാറ്റി വയ്ക്കാൻ കഴിയില്ല. നമുക്ക് ഓരോന്ന് ഇൻഷാ അല്ലാഹ് സമയം പോലെ അതിന്റെ ഘട്ടം ഘട്ടമായി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇറക്കിയത് എന്തിനാണ്? ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറക്കിയ സൂറത്ത് എന്താണ്? സൂറത്തുൽ അലഖ്. സൂറത്ത് അലഖ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കൊടുപ്പിക്കാൻ പഠിപ്പിച്ച വാക്കെന്താ? ആദ്യമായി പ്രഥമമായി ഇറങ്ങിയ ആയത്ത്. എന്താണ് അതിന്റെ അർത്ഥം? സംസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഹജ്ജിന് പോ, സക്കാത്ത് കൊട്, എല്ലാം ഇതൊന്നുമല്ല അല്ലാഹു തആല പഠിപ്പിച്ചത്. ആദ്യമായിട്ട് പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധ ഇസ്ലാം. മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് ചിലർ പറയും അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പഠിക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ്, ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ്, ഹിന്ദി പഠിക്കാത്തവരാണ്, സംസ്കാരം ഇല്ലാത്തവരാണ് എന്നെല്ലാം പറയുന്നവർക്ക് മറുപടിയായിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അലഖിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി പ്രഥമമായുള്ള ദിവ്യ സന്ദേശം അല്ലാഹു ഇറക്കിയത്. اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇന്ന് കമ്പ്യൂട്ടറിന്റെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ള സംഭവങ്ങളെ അറിയുന്ന, ചർച്ച ചെയ്യുന്ന, സെർച്ച് ചെയ്യുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആൻ നിന്നോട് പറയുകയാ, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 10 മാസക്കാലം കഴിഞ്ഞവനല്ലയോ നീ? ഈ ബൃഹത്തായ ലോകത്തേക്ക് നിന്നെ വിസർജിപ്പിച്ചപ്പോ, പരിചയപ്പെടുത്തിയപ്പോ എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് മൗസ്, എന്താണ് കർസർ, എന്താണ് കർസ്, എന്താണ് ഇന്റർനെറ്റ്, എന്താണ് മൊബൈല്, ഇത് നിന്നെ കുറിച്ച് നിനക്കറിയുമായിരുന്നോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു. ഇതെല്ലാം അറിയോ? ഇതുവല്ല നിനക്കറിയോ? നീ ഇപ്പൊ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഹാർഡ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, MBA, MTech, MBA എന്തെല്ലാം പേരിൽ അറിയപ്പെടുക, എന്തെല്ലാം പേരിൽ അല്ലാഹു പറഞ്ഞെന്താ? അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യ, നിനക്കറിയാത്ത പലതും ഞാൻ പഠിപ്പിച്ചു തന്നില്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് ആദ്യം മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കെന്താ? അല്ലാഹു പറഞ്ഞ വാക്കെന്താ? അർ-റഹ്മാൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം, ലോകം ഇന്ന് വിജയിക്കാനും അത് വികസിക്കാനും ലോകം ഇന്ന് വളരാനുമുള്ള കാരണം 3 ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ ആർ 3 ഇംഗ്ലീഷിന്റെ അക്ഷരങ്ങളായ അക്ഷരമാലകളായ 6 ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. 1 റീഡിംഗ്, വായിക്കുക. 2 റൈറ്റ്, റിസർച്ചിങ്, അത് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, ഗവേഷണം ചെയ്യുക. 3 റൈറ്റിംഗ്, അത് എഴുതി ലോകത്തെ പരിചയപ്പെടുത്തുക. W കൊണ്ട് തുടങ്ങിയാലും അത് സൈലന്റ് ആണ്.
പക്ഷെ എഴുതുമ്പോൾ നമ്മൾ റൈറ്റ് WR ആണ് എഴുതുക. അപ്പൊ ഈ 3 R ആണ് ലോകത്തിന്റെ വികാസത്തിന്റെ കാരണം. ഒന്നാമത് എന്താണ്? ഒന്ന് റീഡിംഗ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കാതെ മനസ്സിലാക്കാതെ പരീക്ഷ എഴുതാനോ അതിനെ സെർച്ച് ചെയ്യാനോ അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതാനോ ഒന്നും കഴിയുകയില്ല. അതുകൊണ്ട് ഏത് മനുഷ്യനായാലും ഇപ്പൊ ഈ നടുക്കത്ത് വയലിൽ പരിപാടിയുണ്ട്, 10ാം വാർഷിക 3ാം സന്നദ്ധാന മഹാസമ്മേളനം, മതപ്രഭാഷണ പരമ്പര, ഖുർആൻ പാരായണം, ബാങ്കുവിളി മത്സരം, കാസർഗോഡ് അടുക്കത്ത് വയൽ. ഇതിനെക്കുറിച്ച് ആദ്യം റീഡ് ചെയ്യണം, പഠിക്കണം. ഇത് പഠിക്കാതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ആളുകളെല്ലാം വന്നത് ഇത് പഠിച്ചിട്ടാണ്. ആദ്യം നമ്മൾക്കപ്പോ എന്താണ്, ഏത് കാര്യമായാലും ആദ്യം പഠിക്കണം, റീഡിംഗ്. അതാണ് റീഡിംഗ് റൂമുകളൊക്കെ ഉള്ളത് ഓരോ സ്ഥലങ്ങളിൽ. ലൈബ്രറി, റീഡിംഗ് റൂം, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ വാക്കത് ആദ്യം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്താൽ നീ വായിക്കണേ. പള്ളിക്കൂടത്തിൽ പോകുന്ന ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, പാഠപുസ്തകം തുറക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ. പഠിക്കാൻ ആരംഭിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറക്കരുതേ. അത് അടക്കി മൂടി വെക്കുമ്പോ, അടച്ചു വെക്കുമ്പോ ബിസ്മി ചൊല്ലി മടക്കി വെക്കാൻ നീ മറക്കരുതേ. ഏത് കാര്യത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹയെ സ്തുതിക്കണം. മല്ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലയോ അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ബിസ്മി കൊണ്ട് തുടക്കാത്തതെല്ലാം അത് നാശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് കാര്യം ബിസ്മി. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞെന്താ? ബിസ്മി കൊണ്ട് വായിക്കുക, അള്ളാന്റെ നാമം ചൊല്ലി നീ വായിക്കുക. ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് പഠിക്കാൻ, റീഡ് ചെയ്യാനാണ് അല്ലാഹ് പറഞ്ഞത്. വായിക്കുക. വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയുന്നുണ്ടോ മുസ്ലിം സമുദായം? പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഹിന്ദി പഠിക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇന്ന് പത്രത്തിൽ കണ്ടില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ലേഡി ഡോക്ടർ കേരളത്തിൽ ആദ്യമായി വനിത FRCP ഒരു ഡിഗ്രി എടുത്തിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം വനിതയാണ്. വനിതകളിൽ പ്രഥമ വനിതയാണ് ഈ ഡിഗ്രി എടുത്തത് കേരളത്തിൽ. ബുദ്ധിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം എന്താണ്? കേരളത്തിലുള്ള മക്കളെ നിങ്ങൾ പഠിക്കുവൻ, മനസ്സിലാക്കുവൻ. ലോകത്തിലുള്ളവരെ നിങ്ങൾ പഠിക്കുവൻ, മനസ്സിലാക്കുവൻ, വായിക്കുവൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുന്നത് ആദ്യം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോ ആ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് അർ-റഹ്മാൻ. ഉദാരനായ പടച്ചവനുണ്ടല്ലോ, കാരുണ്യവാനായ പടച്ചവനുണ്ടല്ലോ, കരുണക്കടലായ പടച്ചവനുണ്ടല്ലോ. അവന്റെ ഉത്തരവാദിത്വം എന്താ? അല്ലമൽ ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്, ഖുർആനിനെ പഠിപ്പിക്കുകയാ. ശേഷമാണ് അല്ലാഹു പറഞ്ഞത് ഖലഖൽ ഇൻസാൻ. ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ വാക്കാണ് ഖലഖൽ ഇൻസാൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വഅല്ലമഹുൽ ബയാൻ. ആ ഖുർആനിന്റെ ഉത്സാരങ്ങളും ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും നാം അവനെ പഠിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ പഠിക്കാനും ചിന്തിക്കാനുമാണ് ഇസ്ലാം പ്രഥമമായി പ്രചോദനം നൽകുന്നത്. അതാണ് ഗാർ ഹിറായിൽ വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. തന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്താൽ വായിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആയത്തിറങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. രണ്ടാമത് പറഞ്ഞ എന്താ? ഖലഖൽ ഇൻസാന മിൻ അലഖ. ഭ്രൂണം എന്താണെന്ന് ആർക്കെങ്കിലും തിരിയുമോ? ഒരു മാന് ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുട്ടി എത്ര വയസ്സുകൊണ്ടാണ് രൂപസാദൃശ്യത്തിലെത്തുക? അത് ചാപ്പിള്ളയാണോ, മാംസപിണ്ഡമാണോ, രക്തപിണ്ഡമാണോ, അതാണാണോ പെണ്ണാണോ, അത് ഏത് കോലത്തിലാണ് വളർന്നു വരിക? ഇതിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യണ്ടയോ, മനസ്സിലാക്കണ്ടയോ? സെർച്ച് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. എന്താണ് ഭ്രൂണം? ഈ ഭ്രൂണത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണ്ടേ, സെർച്ച് ചെയ്യണ്ടേ, മനസ്സിലാക്കണ്ടേ? എങ്ങനെയാണ് ഒരു മനുഷ്യനുണ്ടായത്?
ഒരു മനുഷ്യൻ ഈ കണ്ണും മൂക്കും നാക്കുള്ള ഒരു മനുഷ്യൻ, ഇത്രയും ആകാര സൗഷ്ടമുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തേക്ക് വരുന്നതിന്റെ കാരണങ്ങൾ എന്ത്, എങ്ങനെയാണത്, അത് ഏത് കോലത്തിലാണ് ഇന്ന് ഗവേഷകർ ചർച്ച ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമതായി നമ്മളെ അറിയിച്ചത് സെർച്ച് ചെയ്യണം. ഏത് കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്യണം, ഗവേഷണം ചെയ്യണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്നാമതായിട്ടാണ് പറഞ്ഞത്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിങ്ങളുടെ നാഥൻ പേനയെ അല്ലാഹു പരിചയപ്പെടുത്തി. ഒരു പേന എന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു ലോകത്തേക്ക് ഇറക്കി. പേന എന്ന ഒരു അധ്യായം തന്നെ. പേന ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? പേന ഇല്ലാതെ നടക്കുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഖലം, പേന. ഒരു ഹദീസിൽ കാണാം, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് പേനയെയാണ്, ഖലമിനെയാണ്. والقلم وما يسطرون ما أنت بنعمة ربك بمجنون. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേനയെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാ, പേനയാണ് സത്യം. വമാ യസ്തുറൂൻ, ആ പേന കൊണ്ട് എഴുതിയ വരികളെ തന്നെയാണ് സത്യം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ റബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേനയെന്ന് ലോകത്ത് പരിചയപ്പെടുത്തിയ നാഥാ, അവന്റെ അത്യുസ്ഥത്തെയും അവന്റെ അസ്തിത്വത്തെയും അവന്റെ പ്രതാപത്തെയും ലോകം പഠിക്കട്ടെ. പേനയെ ലോകത്ത് പരിചയപ്പെടുത്തിയത് അല്ലാഹുവാണെങ്കിൽ ഈ ലോകത്തുള്ള സകല മാനവസ്തുക്കളും പേനയില്ലാതെ എഴുതി അറിയിക്കാൻ കഴിയുമോ? അപ്പോൾ ലോകത്തിന്റെ വികാസം 3 കാര്യങ്ങളിലൂടെയാണെങ്കിൽ, 1 റീഡിങ് പഠിക്കലാണ്, 2 റിസർച്ച് അത് സെർച്ച് ചെയ്യലാണ്, ഗവേഷണം നടത്തലാണ്, 3 റൈറ്റിംഗ് അത് എഴുതി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തലാ. ഇത് ഇസ്ലാമിന്റെ സംഭാവനയാ. ഇസ്ലാമാണ് ഇത് ലോകത്ത് ഈ 3 തത്വം പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ, ഖുർആനിലൂടെയാണ്. വേറെ എവിടുന്നാ പരിചയപ്പെടുക? ഖുർആനാണ് ഇത് പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഓതുന്ന സൂറത്ത് ഗാശിയ സൂറത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ആയത്ത് എന്താണ്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ. അല്ലാഹു ഈ 4 ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ട് പറയുന്നു, ചിന്തിക്കണേ, ചിന്തിക്കണേ. എന്താ ഈ 4 ആയത്തെന്ന് പറഞ്ഞിട്ട് ഫദക്കിർ, ചിന്തിക്കുക. എന്താ അർത്ഥം? ശാസ്ത്രം പഠിക്കുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആനെ നീ വലിച്ചെറിയാൻ നിന്നെ കൊണ്ട് സാധ്യമാകുമോ? നിനക്ക് ശാസ്ത്ര ലോകത്ത് പരിചയപ്പെടുത്തിയത് ഏത് മതവാ? നിന്നെ ശാസ്ത്രം ലോകത്ത് ശാസ്ത്രം പഠിക്കാൻ നിന്നെ പ്രചോദനം നൽകിയത് ഏത് ഗ്രന്ഥമാണ്? പരിശുദ്ധ ഖുർആൻ അല്ലാതെ. ഖുർആൻ അല്ലാതെ ഏത് ഗ്രന്ഥമാണ് നിനക്ക് ലോകത്ത് ശാസ്ത്രം പഠിപ്പിച്ചത്? ഏത് ശാസ്ത്രം വേണം? ഖുർആൻ പരിചയപ്പെടുത്തി പറയുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലയോ? ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാണ് അല്ലാഹു ഒട്ടകത്തിലേക്ക് നോക്കാൻ നമ്മളോട് പറഞ്ഞത്? ബയോളജി പഠിക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, പഠിതാക്കളെ, പഠിതാക്കളെ, ബയോളജിയുടെ ഉത്ഭവം പരിശുദ്ധ ഖുർആൻ അല്ലയോ? ഒട്ടകത്തിൽ സഞ്ചരിക്കാനും അതിന്റെ ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുമല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. വിനോദസഞ്ചാരത്തിന് പറ്റിയ
ഒരു മൃഗമാണ്, ഒരു വാഹനമാണ് ഒട്ടകം. അതല്ല, ഒട്ടകത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണേ. ഒരു മനുഷ്യന് ഈ കാണുന്ന ഈ റോഡിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ഗർജിക്കുന്ന സൂര്യന്റെ ആഘാതത്താൽ ഒരു മനുഷ്യന് നഗ്നപാദത്തോടുകൂടി ഈ ഹൈവേ റോഡിലൂടെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ ഒട്ടകമുണ്ടല്ലോ, ഒട്ടകമുണ്ടല്ലോ. ഒട്ടകം ഭയങ്കരമായ സഹാറ മരുഭൂമിയിലൂടെ തിളച്ചു കിടക്കുന്ന മണൽ തരികളിലൂടെ കാഫില കൂട്ടങ്ങളെയും വഹിച്ചുകൊണ്ട് മണിക്കൂറിൽ 25 കിലോമീറ്റർ സ്പീഡിൽ തളരാതെ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിന് കഴിയുമത്രേ. തിളച്ചു കിടക്കുന്ന സഹാറ മരുഭൂമിയിലൂടെ നഗ്നപാതകനായിക്കൊണ്ട് ഒട്ടകത്തിന് 25 മൈൽ സ്പീഡിൽ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിനെ കൊണ്ട് കഴിയുമെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കൊടുക്കുന്ന മനുഷ്യ, നിന്നെ കൊണ്ട് സാധിക്കുമോ നടക്കാൻ? അടുക്കത്ത് ബയലിൽ നിന്ന് നട്ടുച്ച 12 മണിക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ചെരുപ്പില്ലാതെ നഗ്നപാതകനായി ഇവിടെ നിന്ന് നിനക്ക് കാസർഗോഡ് ടൗൺ വരെ സഞ്ചരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. ഒട്ടകമെന്നാൽ 100 കിലോമീറ്റർ ദിവസം സഞ്ചരിക്കുന്നു, 25 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒട്ടകത്തിനൊരു പ്രശ്നവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഒട്ടകത്തെ എങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്? ഒരു ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ദുആ ഇറക്കണം, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആരായാലും മനുഷ്യത്വത്തെ പരിഗണിക്കണം. അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഒരു ആംബുലൻസ് അവരുടെ കുടുംബക്കാർ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും. അപ്പൊ നമ്മൾ ഏത് ആംബുലൻസ് പോയാലും അല്ലാഹു ആഫി, നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ പഠിച്ചവൻ എന്ന് നമ്മൾ ദുആ ഇറക്കണം. ബഹുമാനമുള്ള സഹോദരൻ, അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ബയോളജി പഠിക്കുന്ന മനുഷ്യ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇനി മൃഗത്തെ കുറിച്ചൊക്കെ ധാരാളം, ജീവശാസ്ത്രത്തെ കുറിച്ചൊക്കെ ധാരാളം ഖുർആനിൽ ഉപമകളുണ്ട്. ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്ത് മാത്രം ശാസ്ത്രം മാത്രം പറഞ്ഞു പോകേണ്ടി വരും. ഖുർആനിൽ എനിക്ക് ഏകദേശമുള്ള ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിലെ പ്രഥമമായ അധ്യായം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹ അവിടെ ഇരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതല്ല ഇജാബത്ത്. സൂറത്തുൽ ഫാത്തിഹ അതെല്ലാ കാര്യങ്ങൾക്കും സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ ദുആയാണ്, അത് നമ്മൾ അല്ലാഹുവോട് തേട്ടമാണ്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ മറുപടിയാണ്. അപ്പൊ അധ്യായം എന്ന നിലയിൽ, സൂറത്ത് എന്ന നിലയിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത്, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിക്കുന്നത്. ബഖറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പശു എന്നാണ് അതിന്റെ അർത്ഥം, മൃഗം. ഈ മൃഗത്തെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിച്ചത്. മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടക്കം കുറിച്ചു. 114 അധ്യായങ്ങളുള്ള സൂറത്ത് പരിശുദ്ധമായ ഖുർആനിൽ 114ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ്, മനുഷ്യൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ഖുർആനിൽ കൊടുത്ത പദവി എത്ര? 114ാമത്തെ സ്ഥാനം. എന്തുകൊണ്ട്? തുടക്കത്തിൽ മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടങ്ങി, ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? മനുഷ്യനായി മാറാനുള്ള കാരണം പരിശുദ്ധ ഖുർആനാണ്. അറേബ്യൻ കാലഘട്ടങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇരുണ്ട യുഗം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അറേബ്യൻ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും വജസ്സുകളും ഇറങ്ങി വന്നുകൊണ്ട് കേവലം മൃഗതുല്യ ജീവിതം നയിച്ചിരുന്ന മനുഷ്യ മക്കളെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പഠിപ്പിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി ഖുർആനിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യത്വം എന്തെന്ന് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ഖുർആൻ. അതുകൊണ്ടാണ് ബഖറ കൊണ്ട് തുടങ്ങി നാസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനി മനുഷ്യൻ മൃഗതുല്യ ജീവിതം നയിച്ചാൽ മനുഷ്യനേക്കാൾ പദവിയുള്ളത് മൃഗത്തിനാണ് എന്നും അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും അല്ലാഹു ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് നാളെ എന്റെ സൗകര്യം പോലെ ഞാൻ അതിന്റെ വഴികളോളം ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പഠിപ്പിച്ചു തരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? ശാസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്ക്, മൃഗത്തിലേക്ക് നിങ്ങൾ നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെ നോക്കാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ആ മൃഗത്തിന്റെ ഗുണങ്ങളെ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മളെ പരിചയപ്പെടുത്തുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്.
ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ആകാശത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു തൂണ് പോലുമില്ല, ഒന്നുമില്ലാതെ ആകാശത്തെ അല്ലാഹു റബ്ബുൽ സൃഷ്ടിച്ചു. എത്രയെത്ര സംവിധാനങ്ങൾ ആകാശത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഗ്രഹങ്ങളുണ്ട്, താരാപഥങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, നക്ഷത്രങ്ങൾ. ഇതിനെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നിനോടൊന്ന് തട്ടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ആകാശത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ആ ആകാശത്തിലുള്ള താരകങ്ങളെ കുറിച്ചുമെല്ലാം അല്ലാഹു ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നുമായി നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അല്ലാഹു ആകാശത്തിന്റെ പണി നിർത്തിയിട്ടില്ല. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കാൻ പറയും. ഇന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വാനശാസ്ത്രം, അതിന്റെ ഉത്ഭവം ഖുർആനാണ്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ? പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടപ്പെട്ടത്? മൗണ്ടനോളജിയെ കുറിച്ച് പഠിക്കുന്നു, പർവ്വത ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നു. പർവ്വതത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പർവ്വതത്തെ ആണിയായി നാം രൂപകൽപ്പന ചെയ്തിരിക്കുകയാ. ഭൂമിയെ താങ്ങി നിർത്താൻ ഒരു ആണിയാണ്. 90% ഭൂമിയുടെ താഴ്ഭാഗത്തേക്കാണ് ഈ പർവ്വതങ്ങളുള്ളത്. കേവലം ഒരു 10% മാത്രം മുകളിൽ. ഒരു ആണി അടിച്ചാൽ തന്നെ ആ ആണിയുടെ ഭൂരിഭാഗവും താഴേക്കാണ് പോവുക. ആണിയുടെ തലക്കെട്ട് മാത്രമാണ് മുകളിൽ തെളിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ഭൂമിയെ താങ്ങി നിർത്താനുള്ള ഒരു ആണിയാണ് പർവ്വതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ അതാണ് അവതരിപ്പിച്ചത്. വൽ ജിബാല ഔതാദാ والجبال أوتادا وإلى الجبال كيف نصبت. അപ്പൊ ഭൂമിയെ തുറക്കുന്നത് കൊണ്ട്, പർവ്വതങ്ങളെ തുറക്കുന്നത് കൊണ്ട് ഭൂമി കുലുങ്ങാനും ഭൂകമ്പമുണ്ടാകാനും ഭൂചലനമുണ്ടാകാനും കാരണമാകും. അതുകൊണ്ടാണല്ലോ മണൽ എടുക്കുന്നതിന് ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തിയത്. മാന്തി മണലെടുക്കും തോറും വീടുകളും കെട്ടിടങ്ങളും സ്ഥലങ്ങളും നശിച്ചുകൊണ്ടേയിരിക്കും തുറക്കുന്നതോടുകൂടി. അപ്പോൾ അതാണ് ഈ ഭൂമി കുലുക്കമുണ്ടാകാൻ കാരണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയെ അല്ലാഹു തആല ഒരാണിയായിട്ട് നിലനിർത്തിയത്. അതും അല്ലാഹു ഖുർആനിൽ ഇവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. വിശാലമായ ഭൂമിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ? ഭൂമിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഭൂമിയുടെ ആകൃതിയെ കുറിച്ചും അല്ലാഹു പരിചയപ്പെടുത്തുന്നു. والأرض بعد ذلك دحاها والأرض بعد ذلك دحاها. ദുഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷിയുടെ, ഒട്ടക പക്ഷിയുടെ മുട്ടയാ. മുട്ട ഉരുണ്ടിരിക്കും. ഭൂമി ഉരുണ്ടതാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞ സിദ്ധാന്തം ബഹുമാനപ്പെട്ട അബുറൈഹാൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഭൂമി ഉരുണ്ടതാണ്. ഗലീലിയോ കണ്ടുപിടിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബുറൈഹാൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി ഉരുണ്ടതാണ് എന്ന സിദ്ധാന്തം കണ്ടുപിടിച്ചു. സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബുറൈഹാൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, മഹത്തുക്കൾ ഭൂമിയെ കുറിച്ച് ഗവേഷണം ചെയ്തു. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ പരിചയപ്പെടുത്തി, ഭൂമിയെ പരിചയപ്പെടുത്തി, പർവ്വത സാനുക്കളെ പരിചയപ്പെടുത്തി, മൃഗങ്ങളെ പരിചയപ്പെടുത്തി. മനുഷ്യ നിന്നോട് ചോദിക്കുന്നു, ഫദക്കിർ, നീ ചിന്തിക്ക്. ആരാണ് ഇതെല്ലാം ലോകത്ത് ബയോളജി പരിചയപ്പെടുത്തിയത്, മൗണ്ടനോളജി പരിചയപ്പെടുത്തിയത്? ആരാണ് ലോകത്തിന്റെ മുന്നിൽ ഈ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആൻ. ഇതാണ് അല്ലാഹു പ്രഥമമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചത്. എന്തിന്? ആദ്യം വിവരം വേണം. വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹയെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വിദ്യയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ലാതെ എന്നോട് ജനിച്ചു വന്ന ഒരു ചങ്ങാതി എടുത്ത് പെട്ടെന്ന് പള്ളി പോ, നിസ്കരിക്കാൻ പോ, നോമ്പ് പിടി, ഹജ്ജിന് പോ എന്നൊന്നും പറഞ്ഞാൽ ചങ്ങാതിമാരത് സ്വീകരിക്കൂല. ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ 4 ആയത്തുകൾ ചിന്തിക്കും, പഠിക്കും. ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്തുൽ അലക്കിലൂടെ ചിന്തിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു പരിചയം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് അലി റളിയല്ലാഹു തആല നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം, എന്താണ് ഈ ഖുർആൻ എന്ന് പറയുന്ന സംഭവം, എന്താണ് അതുകൊണ്ടുള്ള ലക്ഷ്യം, എന്താണ്, നമുക്കത് ഏത് നിലയ്ക്ക് നമുക്കത് പ്രയോജനപ്പെടുത്താം.
ബഹുമാനപ്പെട്ട ഹാരിസുൽ അഅ്വർ റളിയല്ലാഹു അൻഹു അനിൽ ഹാരിസുൽ അഅ്വർ അദ്ദേഹം പറയുകയാണ്, മററത്തു ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയുടെ സമീപത്ത് കൂടെ മെല്ലെ നടന്നു പോവുകയാ, വന്നാസു യഖൂദൂന ഫിൽ അഹാദീസ്, പള്ളിയിൽ നമസ്കരിക്കുന്ന കൂട്ടക്കാരുടെ ഇടയിൽ പള്ളിയുടെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ പള്ളിയിൽ ഇരുന്ന് അനാവശ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഫദഖൽതു അലാ അലി റളിയല്ലാഹു തആല അൻഹു, ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. ഖുൽതു, ഞാൻ ചോദിക്കുകയാ, യാ അമീറൽ മുഅ്മിനീൻ അലാ തറാ അന്നന്നാസ യഖൂദൂന ഫിൽ അഹാദീസ്, അമീറുൽ മുഅ്മിനീൻ അവർകളെ അങ്ങ് കാണുന്നില്ലയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളിൽ ജനങ്ങളിരുന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങളുമായി ബന്ധപ്പെടുകയല്ലയോ, അങ്ങ് കാണുന്നില്ലയോ, അറിയുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ, അതിനെക്കുറിച്ച് എന്തേ അങ്ങ് താക്കീത് നൽകാത്തതെന്ന് ഹാരിസ് ബിൻ അൽ-അഅ്വർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ. ഉടനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവഖദ് ഫഅലൂഹാ, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ അഅ്വറേ, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമ്മാ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നഹാ സതകൂനു ഫിത്ന, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലിരുന്ന് അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരാകുന്നവരെ കുറിച്ച് ഞാൻ ഹബീബായ തങ്ങളോട് ഉണർത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇന്നഹാ സതകൂനു ഫിത്ന, അതൊരു പ്രശ്നമാണ്, അതൊരു ഇടങ്ങേറാണ്, അത് കുഴപ്പം സൃഷ്ടിക്കലാ. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നബിയേ, രക്ഷാമാർഗം എന്താണ് ഹബീബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലി കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല. അലിയേ കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്തേ കാരണം? ഫീഹി നബഉ മാ ഖബലകും, അലിയേ മുൻഗാമികളുടെ ചരിത്ര സത്യങ്ങൾ ആ ഖുർആനിനകത്ത് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുൻഗാമികൾ അല്ലാഹുവിനെ ധിക്കരിച്ചവരെ, അവരെ കുറിച്ച് ചർച്ച ചെയ്തു. ആ ധിക്കാരി വർഗത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചുവോ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നൽകിയതും ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിൽ, വർത്തമാന കാലഘട്ടങ്ങളിൽ 1400 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന മനുഷ്യ ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുമ്പോ ആ ഹിജാസിന്റെ ഉടമസ്ഥൻ പരിചയപ്പെടുത്തുകയാണ്, ഇനി നമുക്ക് ശേഷം വരാൻ പോകുന്ന സമുദായം അവരുടെ അവസ്ഥ എന്താണ്, അവരെ ഏത് കോലത്തിലായിരിക്കും അല്ലാഹുവിന്റെ ദർബാറിൽ കൊണ്ടുവരിക, അവരുടെ അവസ്ഥകൾ എന്തായിരിക്കും, അവർ റബ്ബിനെ അനുസരിക്കുന്നവരായാൽ അവർക്ക് നൽകുന്ന ഗുണങ്ങളും റബ്ബിനെ ധിക്കരിക്കുന്നവരായാൽ അവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള താക്കീത് ഈ പരിശുദ്ധ ഖുർആനിൽ അലിയെ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരാളുടെ ജീവിത വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, നീതി എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മ വ്യവസ്ഥ എന്താണ്, നീതിബോധം എന്താണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. വഹുകുമു മാ ബൈനകും ഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ, അത് കളിയല്ല, തമാശയല്ല, നേരം
പോക്കല്ല. ഓരോ വ്യക്തികളുടെ നിയമവ്യവസ്ഥകളെ വ്യക്തമായ നിലയിൽ അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് അലിയെ ഖുർആൻ. മൻ തറകഹു ഖസമഹുല്ലാഹ്, മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്. അഹങ്കാരത്തോടെ, പ്രൗഢിയോടെ, പൂങ്കാരത്തോട് പരിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്താൽ അല്ലാഹു അവനോട് വാഗ്വാദം നടത്തുകയും അവനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അലിയേ വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയല്ലാതെ ആരെങ്കിലും സന്മാർഗത്തിന്റെ വഴികളെ ആഗ്രഹിക്കാനും അന്വേഷിക്കാനും തീരുമാനിച്ചാൽ അല്ലാഹു അവനെ വഴികേടിലാക്കും. അലിയേ വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ. പൊളിഞ്ഞു പോകാത്ത, പൊട്ടിപ്പോകാത്ത പാശമാണ് ഖുർആൻ. വഹുവൽ അസീസുൽ ഹകീം. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അലിയേ. അത് പൊട്ടിപ്പോവുകയില്ല, അത് തകരുകയില്ല, അത് തകർന്നു പോവുകയില്ല. ആരൊരാളത് സ്വീകരിക്കുന്നുവോ അവർ രക്ഷപ്പെട്ടു. അലിയേ മൻ ഖാല, ആരൊരാൾ അതിന്റെ സത്യാവസ്ഥയെ ലോകത്ത് പരിചയപ്പെടുത്തിയോ സദ്ദഖ, അവൻ സത്യസന്ധനായി, അവൻ വാസ്തവമുള്ളവനാക്കി. വമൻ അമില, ആരൊരാൾ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നുവോ ഉജിറ, കൂലി നൽകപ്പെടുമത്രേ. ഈ ഖുർആനിനെ നീ മുറുകെ പിടിക്കൂ. അലി റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് മാ ഖാല റസൂലുള്ളാഹി